ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഞങ്ങളുടെ ഇന്നത്തെ സർക്യൂട്ട് അടുത്തുള്ള സേവാ സെൻറ്ററിലേക്കാണ്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞങ്ങൾ ചെറിയ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് യൂട്യൂബിൽ. പക്ഷേ ചെറിയ നെർവസ്നെസ് കൊണ്ടാണോ എക്സൈറ്റ്മെൻറ്റ് കൊണ്ടാണോ എന്നറിയില്ല കേട്ടോ. എന്തൊക്കെയാണ് ചെയ്യണ്ടേ, ഏതാ ചെയ്യണ്ടേ എന്ന കൺഫ്യൂഷനിൽ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഞാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ എൻ്റെ പേര് ആതിര, എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരാണ് അക്ഷയ്. അപ്പോൾ പുള്ളിക്കാരൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ കുറേ നാട്ട് വർക്ക് ചെയ്യുകയാണേ. ഞാൻ നാട്ടിലായിരുന്നു, ഞാൻ എൻജിനീയറാണ്. അക്ഷയ് ഇവിടെ ബാങ്കിങ് ഫീൽഡിലാണ്, ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അനലിസ്റ്റായിട്ട് വർക്ക് ചെയ്ത് വരുന്നു. അപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡും അച്ഛനൊക്കെ ഇങ്ങനെയാണോ? പുറത്തേക്ക് ഇറങ്ങി ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം പോലും ഉണ്ടാവില്ല. വച്ച് പിടിച്ചൊരു നടത്തമാണ് അങ്ങടേക്ക്. അവരുടെ കൂടെ നടന്നെത്താൻ ശ്രമിച്ചാലോ എത്തുകയില്ല. അതും പറഞ്ഞ് 1 2 പറഞ്ഞ് റൂട്ടിൽ കിടന്ന് ഞങ്ങൾ വഴക്കുണ്ടാക്കുകയും ചെയ്യും. ഒരുമിച്ച് നടക്കുമെന്നും പറഞ്ഞിട്ട്. നിങ്ങളും അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ മാരേജ് കഴിഞ്ഞിട്ട് ഒരു 1.5 വർഷത്തോളം ലോങ് ഡിസ്റ്റൻസ് ആയിരുന്നു. അപ്പോൾ ഒരാൾ അവിടെയും ഒരാൾ ഇവിടെയും. രണ്ടുപേരും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഏൺ ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഓക്കെ. പക്ഷേ നമുക്കൊരു ലൈഫില്ല. നമ്മുടെ നല്ലൊരു ഏജ്, കല്യാണം കഴിഞ്ഞിട്ട് നല്ലൊരു ടൈമൊക്കെ ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞങ്ങളിങ്ങനെ തീരുമാനിച്ചു, ഓക്കെ ഇവിടെ വന്നാലും എനിക്ക് ജോബ് ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് റിസൈൻ ചെയ്തു. പിന്നെ ഇങ്ങോട്ട് വരാനുള്ള കാര്യങ്ങളൊക്കെ നോക്കി. അങ്ങനെ കെട്ടും കിടക്കയും പറക്കി ഇങ്ങോട്ടേക്ക് പോന്നു ഫൈനലി. ഈ കാണുന്ന മോളിലാണ് കേട്ടോ ഗൈസ് നമ്മുടെ സേവാ സെൻറ്റർ വരുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ പോയി. പിന്നെ പോണ വഴിക്ക് അവിടുത്തെ ഷോറൂംസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ചെക്കൗട്ട് ചെയ്തു, ഏതൊക്കെയുണ്ട്. അപ്പോൾ ഞാൻ അക്ഷയോട് പറയുമായിരുന്നു, ഇപ്പോൾ പെരുന്നാൾ ടൈമൊക്കെ അല്ലേ, നല്ല ഓഫേഴ്സൊക്കെ ഉണ്ടാവും, എന്താ എനിക്ക് വാങ്ങിച്ചു തരാമെന്ന് ചോദിക്കുമായിരുന്നു. അപ്പോൾ ആൾ തൽപരകൃഷിയല്ലാന്ന് തോന്നുന്നു. കേൾക്കാതെ നിൽക്കാമെന്നുള്ള ഭാവത്തിലാണ് ഈ നിൽപ്പൊക്കെ കേട്ടോ. കേട്ടാലല്ലേ എന്തെങ്കിലുമൊക്കെ മേടിക്കണ്ടുള്ളൂ. ഈ മോള് പിന്നെ അത്യാവശ്യം നല്ല വലിയ മോളായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ ഒരുപാട് ഷോറൂമുണ്ട്, നല്ല നല്ല ഓഫേഴ്സും ഇപ്പോൾ റണ്ണിങ് ഉണ്ട് റംസാനും പെരുന്നാളൊക്കെ കാരണം. അപ്പോൾ പിന്നെ ഞങ്ങൾ മുകളിൽ പോയി സിനിമകൾ ഏതൊക്കെ പുതിയ റിലീസ്, ബിക്കോസ് ഫ്രൈഡേ ആയിരുന്നു ഇന്നലെ. അപ്പോൾ പുതിയ സിനിമകൾ ഏതൊക്കെയുണ്ട് ജസ്റ്റ് ചെക്കൗട്ട് ചെയ്തു. പക്ഷേ നമുക്ക് പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല കാര്യമായിട്ട്. പിന്നെ ഞങ്ങൾ നേരെ സേവാ സെൻറ്ററിലേക്ക് വെച്ച് പിടിച്ചു. അങ്ങനെ ഫൈനലി അവിടെ എത്തി റിപ്പോർട്ടൊക്കെ കൈപ്പറ്റി ഫിറ്റ് എന്നൊക്കെ പറഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്താവും എന്തോ. അടുത്തത് എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ ഗെയിമിൻ്റെ സംഭവം കണ്ടത്. അപ്പോൾ ഇത് ഞാൻ കുറേ പേര് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിരുന്നു കളിക്കുന്നതൊക്കെ കേട്ടോ. അപ്പം ഉള്ള ആഗ്രഹം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന്. ഞങ്ങൾ ട്രൈയും ചെയ്തു, സക്സസ്ഫുള്ളി പരാജയപ്പെടുകയും ചെയ്തു. പിന്നെ ഞങ്ങൾ ഐക്കിയയിലേക്ക് പോയി നല്ലൊരു കാപ്പിയൊക്കെ കുടിച്ചു, സിനമൺ ബൺ കഴിച്ചു. പിന്നെ ഞങ്ങൾ ജസ്റ്റ് അവിടേക്ക് ഒന്ന് ജസ്റ്റ് കറങ്ങി. നല്ല നല്ല ഓഫേഴ്സുണ്ട്. പിന്നെ ഇഷ്ടംപോലെ പുതിയ പുതിയ ഐറ്റംസൊക്കെ വന്നിട്ടുണ്ട് ഐക്കിയയിൽ. പിന്നെ ഓരോന്ന് കാണുമ്പോഴും നമ്മൾ വിചാരിക്കും, ഓക്കെ ഫ്യൂച്ചറിൽ നമ്മൾ വീട് വയ്ക്കുമ്പോൾ ഇന്ന സാധനം അവിടെ വയ്ക്കണം, അല്ലെങ്കിൽ ഇന്നത് വെച്ച് ഡെക്കറേറ്റ് ചെയ്യണം, ഇന്ന ഐറ്റം വാങ്ങണം, ആ ഡെക്കോർ വാങ്ങണം. എന്ത് രസം ഓരോ ഐറ്റംസ് കാണാനായിട്ടാണെങ്കിലും. പക്ഷേ ഇപ്പോൾ ഞങ്ങളൊരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത്. അപ്പോൾ വെറുതെ ഓരോന്ന് പർച്ചേസ് ചെയ്താലും വയ്ക്കാനുള്ള സ്പേസും കുറവാണ്. പിന്നെ ഓരോരുത്തർക്കൊരു ആഗ്രഹങ്ങളുണ്ടാവുമല്ലോ, നമ്മുടെ ഒരു സ്പേസ്, അവിടെ നമ്മൾ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ. അങ്ങനെ കുറച്ചധികം ആഗ്രഹങ്ങൾ എനിക്കും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മിറർ കണ്ട് ആരും വെറുതെ വിടില്ലല്ലോ, ഒരു സെൽഫി ആയിക്കോട്ടെ. പിന്നെ ഞങ്ങൾ ലുലുവിൽ പോയി വീഡിയോ ഒക്കെ എടുക്കല്ലേ, ഒരു ട്രൈപോഡ് സ്റ്റാൻഡൊക്കെ വാങ്ങിച്ചു. പിന്നെ കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ വാങ്ങി. എനിക്ക് മാത്രമാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഈയിടെയായിട്ട് കുറച്ച് വെജിറ്റബിൾസിനും ഫ്രൂട്ട്സിനൊക്കെ വില കൂടിയ പോലെ തോന്നി. നിങ്ങൾക്ക് തോന്നിയോ അങ്ങനെ അവിടെ നിന്നും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. വേണ്ടതും വേണ്ടാത്തതുമായിട്ടൊക്കെ കുറച്ചധികം സാധനങ്ങൾ മേടിച്ചു. അങ്ങനെ ഇന്നത്തെ സർക്യൂട്ടും കഴിഞ്ഞു. പിന്നെ നേരെ വീട്ടിലേക്ക്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. സോ ബൈ ഫോർ ടുഡേ ഗൈസ്, ടേക്ക് കെയർ, സീ യു.